മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന സഹി പ്രസ്താവ് ചുൻകർ ലിഖിയൻ, ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതുക എന്ന് പറയുന്ന മാതൃകാ ചോദ്യമാണ്. ഇവിടെ 5 സെൻറ്റൻസ് തന്നിട്ടുണ്ട്. സെൻറ്റൻസുകൾ ശ്രദ്ധിക്കുക. നട്കർ സ്കൂൾ ജാത്തേ സമയം, പോകുന്ന സമയത്ത് താലാബ് സേ, കുളത്തിൽ നിന്നും മച്ചിലിയാൻ പകെടുത്ത മത്സ്യങ്ങൾ പിടിക്കുമായിരുന്നു. ബർഗദിക്ക് ജഡയും പകെടുക്കർ, ബർഗദിൻ്റെ ജഡയും പിടിച്ചിട്ട് ചൂല ചൂൽന, ആടുക. നട്കർ കാ ഷൗഖത, നൗക്കറിൻ്റെ ഇഷ്ടമായിരുന്നു. ആം ഔർ അമരൂദ് തോടനെ കേലിയെ, ആമും അമരൂദും പിച്ചാൻ വേണ്ടിയിട്ട് നട്കട്ട് ബാഗോമേം, തോട്ടത്തിലേക്ക് ഗുസ്താത്ത കയറുമായിരുന്നു. സ്കൂൾ ജാനെ കേലിയെ, സ്കൂളിൽ പോകാനായിട്ട് നട്കട്ട് കോ നദി തൈർക്കർ, നീന്തി പാർ കർണപ്പെട്ട, നീന്തി കടക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. നട്കട്ട് താലാബ് കെ ബദക്കോങ്കോ ദേഖ്തേ രഹിന ചാഹത്താത്ത, താലാബിലെ ബദക്കുകളെ നോക്കിയിരിക്കാൻ അവൻ ആഗ്രഹിച്ചിരുന്നു. ഇങ്ങനെ 5 സെൻറ്റൻസാണ് തന്നിരിക്കുന്നത്. കൂട്ടുകാർ ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിച്ചെഴുതുക. ഉത്തരം ശരി തന്നെയാണല്ലോ. മറ്റൊരു ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. ചട്പട്ട് ക്യോം പരേശാൻ ഹോ ജാത്താത്ത, എന്തുകൊണ്ടാണ് ചട്പട്ട് പരേശാനായത്? എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ചോട്ടാ ബഡ ഭായ് ഹമേശ എപ്പോഴും സാത്ത് സാത്ത്, ഒപ്പം തന്നെ സ്കൂൾ ആത്തേ ജാത്തേ, സ്കൂളിലേക്ക് വന്നു പോയിരുന്നത്. ചോട്ടാ രാസ്തേമേം ഹമേശ എപ്പോഴും ശരാരത്ത് കർത്താത്ത, ശരാരത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുസൃതി തമാശ എന്നൊക്കെയാണ് അർത്ഥം. കുസൃതി അല്ലെങ്കിൽ തമാശ കാട്ടുമായിരുന്നു. ഇസ്സെ ബഡേ ഭായ് ബോത്ത് പരേശാൻ താ, ഇതാണ് ബഡേ ഭായിക്ക് പരേശാൻ ഉണ്ടാകാൻ കാരണം. മറ്റൊരു ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. ചട്പട്ട് കോ ചോട്ടെ ഭായ് പർ ക്യോം ഗുസ്സ ആയ, എന്തുകൊണ്ടാണ് കോപം, ദേഷ്യം വന്നത് എന്താണെന്നാണ് ചോദ്യം. സ്കൂൾ സെ വാപ്പസ് ആത്തേ സമയം, സ്കൂളിൽ നിന്ന് മടങ്ങി വരുന്ന സമയത്ത് നട്കട്ട് നദി കിനാരെ പहुंचा, നദീ തീരത്ത് എത്തിച്ചേർന്നു. കാഗസ് കി നാവ് ബഹാത്തെ, കടലാസ് വെള്ളം മുഴുക്കി. താലിയം ബജാത്തേ രഹ, വാദ്യാഘോഷങ്ങൾ മുഴക്കിക്കൊണ്ടിരുന്നു. നട്കട്ടിൻ്റെ ശരാരത്ത് ദേക്കർ, ആ കുസൃതി തമാശ കണ്ടിട്ടാണ് ചട്പട്ട് കോ ഗുസ്സ ആയ, ചട്പടിന് ഗുസ്സ ദേഷ്യം വന്നത്.